മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ചുള്ള മരണം രണ്ടായി. കാളികാവിൽ മഞ്ഞപ്പിത്തം ബാധിച്ച 14-കാരൻ മരിച്ചു. തണ്ടുപാറയ്ക്കൽ ജിഗിനാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ജിഗിന്റെ പിതാവും സഹോദരനും മഞ്ഞപ്പിത്തം ബാധിച്ച ചികിത്സയിലാണ്. പോത്തുകൽ കോടാലിപ്പൊയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീർ രാവിലെ മരിച്ചിരുന്നു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ജംഷീർ, ഇവർക്ക് മഞ്ഞപ്പിത്തമാണെന്ന് നേരത്തെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നോ? ഒപ്പം ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ഈ മരിച്ച കുട്ടിയുടെ സഹോദരനും പിതാവിനും ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? രേഷ്മ, മഞ്ഞപ്പിത്തം ബാധിച്ച 14-കാരനാണ് മരിച്ചത്. മലപ്പുറം കാളിക്കാവ് തൊണ്ടുപുറക്കിൽ ജിഗിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ജിഗിന്റെ പിതാവും സഹോദരനും സമാനമായ രീതിയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് തന്നെ ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു ലഭ്യമായിട്ടില്ല. ഏതായാലും ഈ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ പോത്തുകല്ല്, ചാലിയാർ പഞ്ചായത്തുകളിൽ നാളെ അടിയന്തരമായി ഒരു യോഗം വിളിച്ചു ചേർത്തുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബോധവൽക്കരണം അടക്കം ഊർജിതമാക്കാനുള്ള ഒരു തീരുമാനവും ഇപ്പോൾ ആരോഗ്യ വകുപ്പ് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ഈ ജനുവരി മുതൽ ഈ ഏതാണ്ട് 3180 പേർക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതിൽ 10,032 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വ്യാപകമായ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം ഊർജിതമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രത്യേകമായി യോഗം ചേരാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. രേഷ്മ.